എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ MS വേർഡിലെ ടേബിൾ ക്രിയേഷനുമായി ബന്ധപ്പെട്ട ചില ട്രിക്കുകളാണ്. അപ്പൊ എല്ലാവർക്കും ഓഫീസുകളിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സോ ആരും നമ്മൾ ഇന്നത്തെ ക്ലാസ് മിസ്സാക്കണ്ട. പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോൾ ഇന്നത്തെ നമ്മളുടെ MS വേർഡിന്റെ നല്ല അടിപൊളി ട്രിക്കിന്റെ ക്ലാസ്സിലേക്ക് പോകാം. സോ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, MS വേർഡിലെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ട്രിക്കുകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ടേബിൾ കാണാനായിട്ട് സാധിക്കും. അതായത് 4 കോളവും അതുപോലെ തന്നെ 6 റോയുമുള്ള ഒരു ടേബിൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ആ ഒരു ടേബിളിൽ നെയിം കൊടുത്തു, അതുപോലെ തന്നെ സബ്ജക്റ്റിന്റെ പേര് കൊടുത്തു. പക്ഷെ നമ്മൾ ഒരു കാര്യം ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. അതായത് സീരിയൽ നമ്പർ എന്ന് പറയുന്ന ഒരു കോളം നമുക്ക് വേണമായിരുന്നു ആ നെയിമിന്റെ തൊട്ടിപ്പുറത്ത്. പക്ഷെ നമ്മളത് ടേബിൾ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ആ ഒരു സീരിയൽ നമ്പർ കൊടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത കാര്യങ്ങളും ചെയ്തതും എല്ലാം കളഞ്ഞിട്ട് വീണ്ടും ആദ്യം തൊട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് അതിന്റെ ഇടയ്ക്ക് തന്നെ ആ ഒരു പുതിയ കോളത്തിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പുതിയൊരു സീരിയൽ നമ്പർ എന്ന് പറയുന്ന കോളം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിപ്പോ സീരിയൽ നമ്പർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊരു കോളം വേണമെങ്കിലും ഇതിന്റെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി ആ ഒരു ടേബിൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പോലും. അപ്പൊ അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. നമുക്കിവിടെ ആവശ്യം എന്ന് പറഞ്ഞാല് സീരിയൽ നമ്പർ എന്ന് പറയുന്ന ഒരു കോളം ഈ നെയിം എന്ന് പറയുന്ന ഈ ഒരു കോളത്തിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് നെയിം എന്ന് പറയുന്ന കോളം ഇതാണ്, അതിന്റെ തൊട്ടിപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് എവിടെയാണോ പുതിയ കോളം വേണ്ടത് ആ കോളം വേണ്ടതിന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഈ ഒരു കോളത്തിലെ, അതായത് നമുക്ക് കോളം വേണ്ടത് ഈ നെയിം എന്ന് പറയുന്ന കോളത്തിന്റെ തൊട്ടിപ്പുറത്താണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ നെയിം എന്ന് പറയുന്ന ഈ ഒരു കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ലൊന്ന് ചുമ്മാ ഒന്ന് സെലക്ട് ചെയ്യുക. സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബോക്സ്, ഇതിനെയാണ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെല്ലൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ കാണുന്ന ഈ ഒരു ബോക്സിലോട്ട് എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കർസർ അവിടെ ഇങ്ങനെ വരുന്നത്. കർസർ എന്ന് പറഞ്ഞാല് ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്ന ഒരു ലൈൻ നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇതിനകത്ത് ഏത് സെല്ലിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. അല്ലാതെ ഈ ഫസ്റ്റ് വണ്ണിൽ മാത്രം ക്ലിക്ക് ചെയ്യാൻ പറ്റൂ എന്നൊരു നിർബന്ധമില്ല. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി ചെയ്യേണ്ട കാര്യം, മൗസ് അവിടെ തന്നെ വെച്ചിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാ പറഞ്ഞ്, ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു സെൽ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ചെയ്യേണ്ടത് പുതിയ ഒരു കോളം ആഡ് ചെയ്യാനാണ്. അപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഇൻസേർട്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ മൗസ് മൂവ് ചെയ്ത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ചുമ്മാ കൊണ്ടുവച്ചപ്പോ തന്നെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ മറ്റ് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് അതിന്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ മറ്റൊരു ഓപ്ഷൻ ലിസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് മൗസ് ഇങ്ങനെ ചുമ്മാ കൊണ്ട് വെച്ചതേ ഉള്ളൂ. വെച്ചപ്പോ തന്നെ നമുക്ക് ഇൻസേർട്ടിലുള്ള മറ്റു ഓപ്ഷൻസ് എല്ലാം റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ ലിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ്, സെക്കൻഡ് വൺ ഇൻസേർട്ട് കോളം ടു ദ റൈറ്റ്, തേർഡ് വൺ ഇൻസേർട്ട് റോ എബോവ്, ഫോർത്ത് വൺ ഇൻസേർട്ട് റോ ബിലോ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻസേർട്ട് സെൽസ്. അപ്പൊ ഇത് വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ആ സെല്ലിന്റെ ലെഫ്റ്റിലാണ് നമുക്ക് പുതിയ കോളം വേണ്ടത് എങ്കിൽ ഈ പറയുന്ന ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്യാം. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സെല്ലിന്റെ
റൈറ്റ് സൈഡിലാണ് നമുക്ക് കോളം വേണ്ടതെങ്കിൽ ഇൻസേർട്ട് കോളം ടു ദ റൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഈ താഴോട്ട് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, കാരണം റോയും അതുപോലെ തന്നെ സെല്ലും. അപ്പൊ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇവിടെ വേണ്ടത് കോളമാണ്. അപ്പൊ ഈ രണ്ട് ഓപ്ഷനാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതിൽ നമുക്കറിയാം ചൂസ് ചെയ്യേണ്ടത് ഏതാണ്. നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിന്റെ, അതായത് നെയിം എന്ന് പറയുന്ന ആ ഒരു കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് പുതിയ കോളം വേണ്ടത്. സോ ഇതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ അത് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വെച്ചപ്പോഴാണ് വലത്തുവശത്ത് മറ്റൊരു ഓപ്ഷൻ ലിസ്റ്റ് കാണാൻ സാധിച്ചത്. അപ്പൊ ഈ ഇൻസേർട്ടിൽ മൗസ് വെച്ചിട്ട് തന്നെ അതേ നിരയിൽ ഇങ്ങനെ, അതായത് അതേ നിരപ്പിൽ ഇങ്ങനെ മൗസ് ഇങ്ങനെ ചുമ്മാ ഒന്ന് മുന്നോട്ട് മൂവ് ചെയ്യുക. മുന്നോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിലോട്ട് നേരെ അങ്ങ് പോകും. അതായത് ഇൻസേർട്ടിൽ വെക്കുക, അവിടുന്ന് നേരെ മുന്നോട്ട് ഒറ്റയടിക്ക് മൗസ് അങ്ങ് നീക്കുക. നീക്കി കഴിയുമ്പോൾ അടുത്ത ഓപ്ഷൻ ലിസ്റ്റിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും. ഇനി ഇതിലെ ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. സോ ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇത്രയും ലെങ്ത് ഉണ്ട്. ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം, അല്ലാതെ ഇന്ന സ്ഥലത്ത് വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിൽ എവിടെയെങ്കിലും വെക്കുക. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്ത ആ ടൈമിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പുതിയ ഒരു കോളം അവിടെ വന്നിട്ടുണ്ട്. നെയിം എന്ന് പറയുന്നതിന്റെ തൊട്ടിപ്പുറത്ത് പുതിയൊരു കോളം, നമ്മൾ ചൂസ് ചെയ്തത് ലെഫ്റ്റ് ആണ്. സോ ലെഫ്റ്റില് പുതിയൊരു കോളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൈറ്റ് കൂടെ ചൂസ് ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ നെയിം എന്ന് പറയുന്ന ഈ ഒരു കോളത്തിന്റെ ഏതെങ്കിലും ഒരു സെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റ് വന്നു. ഇതിൽ ഇൻസേർട്ടിലോട്ട് മൗസ് കൊണ്ടുവച്ചു. എന്നിട്ട് അതേ നിരയിൽ മൗസ് മുന്നോട്ടൊന്ന് നീക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ ലിസ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ചൂസ് ചെയ്തത് ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ് എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇൻസേർട്ട് കോളം ടു ദ റൈറ്റ് എന്നുള്ളത് ഒന്ന് ചൂസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക. ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല, ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു സെല്ലിരിക്കുന്ന കോളത്തിന്റെ റൈറ്റ് സൈഡ്, അതായത് വലത്തുവശത്ത് പുതിയൊരു കോളം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും പുതിയ കോളം ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് എവിടെയാണോ കോളം വേണ്ടത് അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ കിടക്കുന്ന ആ ഒരു കോളം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് കൊടുക്കുക, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് കൊടുക്കുക. അത്രയും കാര്യം മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, ഒരു പ്രയാസവും ഇല്ല നമുക്കത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു നെയിം എന്ന് പറയുന്നതിന്റെ ഇപ്പുറത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കോളത്തിന് പുതിയ പേര് കൊടുക്കാം, സീരിയൽ നമ്പർ എന്നുള്ള പേര്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ പുതിയ കോളം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറയാം, നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ലാത്ത കോളത്തിനെ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്ന് കൂടെ പറയാം. അപ്പൊ അത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് തോന്നി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, നമുക്കിതിനെ വേണ്ട. അപ്പൊ എങ്ങനെ ആ ഒരു കോളം നമുക്ക് കളയാമെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം സെയിം പ്രൊസീജിയർ ആണ്. നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട കോളം ഏതാണോ അതിനകത്ത് ഏതെങ്കിലും ഒരു സെല്ല് ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിപ്പോ ഏത് സെല്ല് സെലക്ട് ചെയ്താലും ഈ സെയിം കാര്യം തന്നെ ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്തെ ഒരു സെല്ലൊന്ന് സെലക്ട് ചെയ്തു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനകത്തെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നോക്കി കഴിയുമ്പം നമുക്ക് ആ ഇൻസേർട്ടിന്റെ തൊട്ട് താഴെ ഡിലീറ്റ് സെൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഡിലീറ്റ് സെൽസ് എന്ന് പറയുന്ന അതിലോട്ട് മൗസ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ പുതിയൊരു ഓപ്ഷൻ ലിസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഡിലീറ്റ് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് 4 ഓപ്ഷൻ കാണാം. ആ 4 ഓപ്ഷനും ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ ഷിഫ്റ്റ് സെൽ ലെഫ്റ്റ്, അടുത്ത ഓപ്ഷൻ ഷിഫ്റ്റ് സെൽ അപ്പ്, മൂന്നാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് എൻറ്റയർ റോ,
നാലാമത്തെ ഓപ്ഷനാണ് എൻറ്റയർ ഡിലീറ്റ് എൻറ്റയർ കോളം. അതായത് ഡിലീറ്റ് എൻറ്റയർ റോ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ സെല്ലിരിക്കുന്ന റോ മൊത്തം ഡിലീറ്റ് ആയി പോകും. അതായത് ഞാനിപ്പോ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള കോളത്തിലെ രണ്ടാമത്തെ സെല്ലാണ്. അപ്പം ഡിലീറ്റ് എൻറ്റയർ റോ എന്ന് പറയുന്നത് സെലക്ട് ചെയ്താൽ ഈ അമ്മു എന്ന് പറയുന്ന ഈ ഒരു റോ മൊത്തം അമ്മു 41, 38, 39 അതുപോലെ തന്നെ ഈ രണ്ട് ബ്ലാങ്ക് സെല്ലിരിക്കുന്ന ഈ ഒരു റോ മൊത്തത്തിൽ സെലക്ട് ആകും. പക്ഷെ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കോളമാണ്. അപ്പം ആ കോളം ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യം ഡിലീറ്റ് എൻറ്റയർ കോളം എന്നുള്ളതാണ്. അപ്പൊ ആ എൻറ്റയർ കോളം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിരിക്കുന്ന ആ ഒരു കോളം മൊത്തത്തിൽ ഡിലീറ്റ് ആയി പോകും. ഇപ്പൊ ഇതാണ് ഈ ഒരു സെല്ലാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു സെല്ലിരിക്കുന്ന ഈ കോളം മൊത്തത്തില് ഡിലീറ്റ് ആയി പോകും. ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം. ഡിലീറ്റ് സെല്ലിൽ നിന്നും ഡിലീറ്റ് എൻറ്റയർ കോളം എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമ്മൾ ഓക്കെ കൊടുത്തപ്പോൾ തന്നെ ആ ഒരു കോളം അവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പുതിയൊരു കോളം ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആഡ് ചെയ്ത കോളത്തിനെ നമുക്ക് വേണ്ട, അപ്പൊ നമുക്കതിനെ ഡിലീറ്റ് ചെയ്യുന്നതും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. വളരെ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. അപ്പൊ എല്ലാവരും സിസ്റ്റം ഒക്കെ ഉള്ളവരൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയ എളുപ്പമാണോ എന്നുകൂടെ പറയുക. ആവർത്തിച്ചൊന്ന് 2-3 തവണ കണ്ടു കഴിയുമ്പം തീർച്ചയായിട്ടും നമ്മൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും, പ്രയാസമൊന്നുമില്ല. അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് എളുപ്പമായി എന്നുകൂടെ പറയുക. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം.